ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഒരു ഇൻട്രൊഡക്ഷനിലായിരുന്നു നിങ്ങൾ ഇത്രയും നാളും ഈ ഒരു ചാനലിനകത്ത് മുമ്പുള്ളവർക്കൊക്കെ മനസ്സിലാക്കാണ്. ഈ ഒരു ചാനലിനകത്ത് ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് വെച്ചുള്ള ഈ ഫുട്ബോൾ ഗെയിമിൻ്റെ വീഡിയോസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ഇത്രയും നാളും വന്നുകൊണ്ടിരുന്നത്. സോ ഇന്ന് ആദ്യമായിട്ടാണ് നമ്മൾ ഫേസൊക്കെ വെച്ച് ഒരെണ്ണം സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതായിരുന്നു ഞാൻ. ഈ വോയിസിൻ്റെ ഓണറായിരുന്നു. അപ്പോൾ ആക്ച്വലി ഗെയിമിംഗ് നമ്മൾ ഓൾറെഡി കൺക്ലൂഡ് ചെയ്തു. എൻ്റെ വീഡിയോസൊക്കെ ലാസ്റ്റ് നൈറ്റായിരുന്നു. ഇത്രയും നാളും ഞാൻ എൻ്റെ ഒരു വോയിസ് മാത്രമാണ് നിങ്ങൾ വന്നുകൊണ്ട്, ഈ ഒരു ഫേസ് ഇത്രയും നാളും വന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഫേസൊക്കെ വെച്ചൊരു വീഡിയോ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫുട്ബോൾ എന്ന ഗെയിമിന് ഒരിക്കലും ഉണ്ടാവില്ലെന്നൊന്നുമില്ല. വല്ലപ്പോഴുമൊക്കെ ചിലപ്പം ചെറിയ സ്പിന്നിങ്ങും കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. പക്ഷേ എന്തായാലും പഴയ പോലെ ഒന്നും കാണില്ല. എന്തായിരുന്നാലും ഇത്രയും നാളും നമ്മുടെ ചാനലിൽ നിന്നവർക്കും ഇതിൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട് എന്താണെന്ന്. സോ ഇനി നമ്മൾ ഗെയിമിംഗ് റിലേറ്റഡ് ആയിരിക്കില്ല നമ്മുടെ ചാനൽ ഇനി മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, ആക്ച്വലി ഞാൻ മെർച്ചൻ്റ് നേവിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സോ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഷിപ്പിൽ പോയി വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് അടുത്ത് വന്നിട്ടുണ്ട്. സോ ഇനി ഗെയിം കളിച്ചുള്ളൊരു ലൈഫായിരിക്കില്ല മുമ്പോട്ടുള്ളത്. സോ അതുകൊണ്ടാണ് ഗെയിമിംഗ് എന്നൊരു പരിപാടി ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പകരം നമുക്കൊരു വേറെ എല്ലാവർക്കും ഉപകാരമുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതിയാണ് നമ്മുടെ ചാനലിൻ്റെ ഗെയിമിംഗ് കണ്ടന്റ് മാറ്റിയിട്ട് നമ്മൾ ജസ്റ്റ് കാറ്റഗറി മാത്രം ചേഞ്ച് ചെയ്തുള്ള ആ സെയിം ചാനലിൽ കാറ്റഗറി ചേഞ്ച് ചെയ്യുന്നു, പേര് ചേഞ്ച് ചെയ്യുന്നു, ലോഗോ ചേഞ്ച് ചെയ്യുന്നു, വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഗെയിം ഇനി കാണില്ല. പകരം ഇനിയുള്ള നമ്മുടെ ഈ ഒരു ചാനലിനകത്ത് മുന്നോട്ട് പോകുന്നത് മെയിനായിട്ട് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. പുതിയ പുതിയ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒത്തിരി പേര് ബിടെക്കും അതും ഇതൊക്കെ എടുത്തിട്ട് ജോലി കിട്ടാതെ നിൽക്കുന്നവർക്ക് കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയുള്ളൊരു ചാനലായിരിക്കും ഇനി തൊട്ട് ഈ ഒരു ചാനലിൽ പോകുന്നത്. ഈ ഫുട്ബോൾ കളിച്ച് നടക്കുന്നവർ എന്നെ ജോലിയൊന്നും ഇല്ലാത്ത ഒത്തിരി പേര് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നവരെ കാണാം. അപ്പോൾ അവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആവും. ഗെയിം കളിയൊക്കെ ഇനി മുമ്പോട്ട് അത്ര അധികം കാണത്തില്ല. സോ അങ്ങനത്തെ ഒരു കരിയർ ബേസ്ഡ് ആയിട്ടുള്ള ചാനലായിരിക്കും നമ്മളെ ഇനി തൊട്ട് ഈ ഒരു ചാനലിൽ പോകുന്നത്. ഫസ്റ്റ് എൻ്റെ നെയിം ടെക് ഇൻഫോ ഗെയിമിംഗ് മലയാളം എന്നായിരുന്നു. ഇപ്പം അത് ഞാൻ മാറ്റിയിട്ട് ടെക് ഇൻഫോ കരിയർ ആൻഡ് വ്ലോഗ്സ് എന്നാണ് ഇട്ടേക്കുന്നത്. മെയിനായിട്ട് നമുക്ക് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കോഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ, പുതിയ പുതിയ കോഴ്സസ്, അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. കൂടുതലും എൻ്റെ പ്രൊഫഷൻ വെച്ചുള്ള, ഞാൻ മറൈൻ എഞ്ചിനീയർ ആണ് ഷിപ്പിനകത്തെ. അപ്പോൾ ആ ഒരു പ്രൊഫഷൻ വെച്ചുള്ള വീഡിയോസ് ആയിരിക്കും കൂടുതലും വരുന്നത്. ബാക്കി വീഡിയോ വരത്തില്ലെന്നല്ല, നിങ്ങൾ പറയുന്ന അനുസരിച്ച് നമ്മൾ അതും സെറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്കിവിടെ ഒരു ടീം തന്നെ ഒരു സൈഡിൽ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ പരിപാടിയൊന്നും മിസ്സാവില്ല. യൂസ്ഫുൾ കണ്ടൻസ് മാത്രം നമ്മൾ വീഡിയോസായിട്ട് ചെയ്യുള്ളൂ. അനാവശ്യമായിട്ടൊന്നും വലിച്ചു വാരി ഇടുന്നില്ല. ഈ ഫുട്ബോളൊക്കെ സത്യം പറഞ്ഞാൽ ഒത്തിരി ഞാൻ വലിച്ചു വാരിയിട്ടുണ്ട്. ചുമ്മാ ഒരു കാര്യമില്ലാത്ത ഒത്തിരി വീഡിയോസും റിവ്യൂസൊക്കെ ചുമ്മാ ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാവരും ചെയ്യുന്നൊരു പരിപാടി തന്നെയാണ്. ആക്ച്വലി എല്ലാ യൂട്യൂബല്ലേ പിടിച്ച് നിൽക്കണ്ടേ, ആ ഒരു രീതിക്ക് ഞാൻ ചെയ്തതാണ്. ചുമ്മാ ചവറൊക്കെ വാരിയിട്ട് ടൈമുണ്ട്. ലാസ്റ്റ് ടൈം അല്ല, എൻ്റെ ഇടയ്ക്കത്തെ ഒരു ടൈം മോണിറ്റൈസേഷനൊക്കെ മുന്നേ എനിക്ക് തോന്നുന്നു കുറേ ചവറൊക്കെ ചുമ്മാ വാരി ഇട്ടിട്ടുണ്ട്. ഞാൻ അതിലിപ്പോൾ ഖേദിക്കുന്നു. പക്ഷേ ഇത്ര നാൾ തന്ന സപ്പോർട്ടിനും എല്ലാ പിന്തുണയ്ക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾ കാരണമാണ് ഇത്ര എത്തിയത്, അത് വേറൊരു സത്യം. അല്ലെങ്കിൽ എനിക്ക് 6000 സബ്സ്ക്രൈബേഴ്സൊക്കെ നിങ്ങളെന്ത് കരുതുന്നത് ഫേക്ക് അക്കൗണ്ട് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നു? ഒരിക്കലും പറ്റുന്ന കേസ്. 6000 സബ്സ്ക്രൈബേഴ്സൊക്കെ ഞാൻ അത്രയൊന്നും സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിട്ടില്ല ചാനലൊന്നും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഞാൻ ഒരു 1000 ഒക്കെ ആയപ്പോൾ ഞാൻ കരുതി ഇവിടെ വെച്ച് നിന്ന് കാണും. അങ്ങനെ ഒരു സെറ്റപ്പിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ കൂടുതൽ ഇനി പാസ്റ്റ് ഈസ് പാസ്റ്റ് ഒത്തിരി ഞാൻ വായിച്ച് നേരിടുന്നില്ല. ഗെയിമിംഗ് ഇനി ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിക്ക് ആയിരിക്കും ഇനി ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള എന്തുണ്ടെങ്കിലും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് പഴയ തന്നെയാണ്. ടെക് ഇൻഫോ ഗെയിമിങ്ങിൻ്റെ കുറേ പേർക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മൾ ഗെയിമിംഗ് ചാനൽ പൊയ്ക്കൊണ്ടിരുന്ന ടൈമിൽ സെയിം ഇൻസ്റ്റാ പേജ് തന്നെയാണ്, പേര് മാത്രം ചേഞ്ച് ആക്കിയെന്നുള്ളൂ. ബാക്കി കണ്ടൻസ് എല്ലാം ഇനി വരുന്ന കണ്ടൻസ് എല്ലാം നമ്മൾ ഇൻസ്റ്റയ്ക്കകത്തും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇനി അതിൽ കോൺടാക്ട് ചെയ്യാം. അതില്ലെങ്കിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ജോയിൻ ചെയ്താൽ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. കൂടുതലും മെർച്ചൻ്റ് കണ്ടൻസ് വീഡിയോസ് വരുന്നുണ്ട്. ഡൗട്ട്സ്, ഏത് രീതിക്കുള്ള കോഴ്സസിൻ്റെ ഡൗട്ട്സ് നമ്മളിവിടെ ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ജോലി കിട്ടാത്തവർ ഇല്ലെങ്കിൽ വേക്കൻസി വരുന്നതൊക്കെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഫുൾ യൂസ്ഫുൾ കണ്ടൻസ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. വേറെ പ്രത്യേകിച്ച് വലിച്ചു വാരി ഒന്നും അനാവശ്യമായിട്ട് ചെയ്യുന്നില്ല. സോ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറകെ വരും. സോ എന്തായാലും ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ജസ്റ്റ് ഇതൊന്ന് പറയാൻ വേണ്ടി മാത്രം ചെയ്തത്. കാരണം ഒരു സാധനം നമ്മൾ മാറ്റിയിട്ട് വേറൊരു തുടങ്ങുമ്പോൾ ജസ്റ്റ് അറിയിക്കേണ്ട ഒരു മര്യാദ
കാണിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തേക്കുന്നത്. സോ ഇത്രയാണ് നമ്മളെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. ഇച്ചിരി ലോങ് ആയി പോയെന്ന് 4-5 മിനിറ്റ് അങ്ങാണ്ട് ആയിട്ടുണ്ട്. സോ എന്തായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ട് അറിയിക്കുക. പുതിയ വീഡിയോ വരെ ബൈ ഗൈസ്.